ഹലോ മക്കളെ, എല്ലാവർക്കും സല്ല ലേണിംഗിലേക്ക് സല്ലത്തിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ പരീക്ഷയുടെ തിരക്കിലായിരിക്കുമല്ലേ എല്ലാവരും പാഠങ്ങളൊക്കെ പഠിച്ച് പരീക്ഷ എഴുതാൻ വേണ്ടി തയ്യാറായിട്ടൊക്കെ ഇരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലൊക്കെയാണോ? എല്ലാം സെറ്റായോ? എല്ലാ പാഠഭാഗങ്ങളും ക്ലിയർ ആയി പഠിച്ചോ നിങ്ങള്? അപ്പോൾ നമുക്ക് ലാസ്റ്റ് യൂണിറ്റ് അല്ലെ, നമ്മളുടെ അവസാനത്തെ യൂണിറ്റിലുള്ള ലാസ്റ്റ് പാഠഭാഗമാണ് ഇത് അവസാനത്തെ ഇല എന്ന് പറയുന്ന പാഠഭാഗം അല്ലെ. ഓൾറെഡി നമ്മൾ പഠിച്ചു കഥയുടെ ആരാ എഴുതിയത്, എന്താ അതിന്റെ പ്രത്യേകത എന്നൊക്കെ പഠിച്ചു. അപ്പൊ ലാസ്റ്റിലത്തെ യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യത ഏറെയുള്ള പാഠങ്ങളാണ് അല്ലെ. അപ്പൊ മറ്റു പരീക്ഷയ്ക്കൊന്നും ചോദിക്കാത്ത പാഠങ്ങളാണ്. അപ്പൊ ഇതിൽ നിന്നും കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാം അല്ലെ. അപ്പൊ അവസാനത്തെ ഇല എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമാണ്, ഒരു കഥയാണ്. ആരാണ് എഴുതിയത്? അമേരിക്കൻ സാഹിത്യകാരനായിട്ടുള്ള വില്യം സിഡ്നി പോട്ടർ ആണ് കഥ എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ തൂലികാനാമം അല്ലെ, എഴുത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പേരിനെയാണ് നമ്മൾ ഓ ഹെൻറി അല്ലെങ്കിൽ തൂലികാനാമം എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ തൂലികാനാമം, വില്യം പോട്ടർ സിഡ്നി പോട്ടറുടെ തൂലികാനാമം എന്ന് പറയുന്നത് ഏതാണ്? ഓ ഹെൻറി എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ 1862 അദ്ദേഹം ജനിക്കുന്നത്. അപ്പൊ അദ്ദേഹം എഴുതിയ വളരെ മനോഹരമായിട്ടുള്ള ഒരു കഥയാണ് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം കേട്ടോ. നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം എന്ന് പറയുന്ന ഒരു കഥയാണ്. എഴുതിയത് ആരാണ്? ഓ ഹെൻറിയാണ്. നല്ല രസമുള്ള ഒരു കഥയാണ്. നിങ്ങൾ ഓൾറെഡി ടീച്ചർ അതിന്റെ കോണ്ടന്റ് വീഡിയോ ഒക്കെ മക്കൾക്ക് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ രസമുള്ള നല്ല ആദ്യ മധ്യാന്ത പൊരുത്തമുള്ള ഒരു ഒഴുക്കിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു കഥയാണ്. അപ്പൊ ഈ കഥയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ ഒരുപാട് കഥാപാത്രങ്ങൾ വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതിൽ നിന്ന് എന്തൊക്കെ ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കും? നമ്മുടെ ഈ ഒരു പാഠഭാഗത്ത് എന്തൊക്കെ ചോദ്യങ്ങളാണ് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ളതെന്ന് ടീച്ചർ ആദ്യം ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. അവസാനത്തെ ഇലയിൽ നിന്ന് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് കഥാപാത്ര നിരൂപണങ്ങളാണ്. ആരൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത്? ഇതിൽ 2 പെൺകുട്ടികളുണ്ട്. ആ പെൺകുട്ടികളുടെ പേര് എന്തൊക്കെയായിരുന്നു പേര്? ജോൺസി എന്നും സ്യൂ എന്നും പേരായിട്ടുള്ള 2 പെൺകുട്ടികളുണ്ട്. പിന്നെ ബർമാൻ എന്ന് പറയുന്ന അല്ലെ വൃദ്ധനായിട്ടുള്ള ഒരു ചിത്രകാരനുണ്ട്. ഇവര് 3 പേരും ചിത്രകാരാണ്. പിന്നെ ഒരു ഡോക്ടർ കഥാപാത്രമായി വരുന്നുണ്ട്. പക്ഷെ ഡോക്ടർ ചിലപ്പോൾ കഥാപാത്ര നിരൂപണം ചോദിക്കാൻ സാധ്യതയില്ല അല്ലെ. പക്ഷെ എങ്കിലും നമ്മൾ പഠിച്ചു വെക്കണം. നമ്മളുടെ ഒരു ഭാഗ്യത്തിന് ചിലപ്പോ അല്ലെ അദ്ദേഹത്തെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ ഇങ്ങനെ 4 പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് നമുക്ക് പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത്. ഈ കഥാപാത്രങ്ങൾ മുഴുവനും എന്ത് ചെയ്യണം? പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പഠിക്കണം കേട്ടോ. അപ്പൊ ഓരോന്നോരോന്നായിട്ട് നമുക്ക് പഠിക്കാം. ഈ പാഠം മുഴുവൻ നമ്മൾ അങ്ങ് പഠിക്കുകയാണ് കേട്ടോ. അപ്പൊ ഈ കഥാപാത്രങ്ങൾ ഓരോന്നും നമുക്ക് പഠിക്കണം. പിന്നെ നമുക്ക് എന്താണ് ഉണ്ടാവുക? തലക്കെട്ടിന്റെ ഔചിത്യം വ്യക്തമാക്കുക എന്ന് പറയുന്ന ഒരു ചോദ്യം വരും അല്ലെ. എന്താണ് തലക്കെട്ട്? അവസാനത്തെ ഇല എന്നാണ് കഥയുടെ പേര് അല്ലെ. അവസാനത്തെ ഇല എന്നാണ് പേര്. അപ്പൊ എന്തുകൊണ്ടാണ് ആ പേര്? ഉചിതമാണോ അല്ലെ? അതിന്റെ ഔചിത്യം വ്യക്തമാക്കുക തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മളോട് ചോദിക്കും. പിന്നെ ഒരു ചോദ്യം എന്തായിരിക്കും വരിക? ആസ്വാദനക്കുറിപ്പ് ചോദിക്കും അല്ലെ. ഈ കഥയുടെ ആസ്വാദനക്കുറിപ്പ് ചോദിക്കും. അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ. പിന്നെ നമ്മളോട് ചോദിക്കുക പ്രയോഗ ഭംഗിയൊക്കെ ചോദിക്കാം. കഥയുടെ അല്ലെ പ്രത്യേക സംഭാഷണങ്ങളോ ഭാഗങ്ങളോ ഒക്കെ തന്നിട്ട് പ്രയോഗ ഭംഗി ചോദിക്കാം. അപ്പൊ ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? ഈ പാഠത്തിൽ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. നമ്മളതൊക്കെ പഠിച്ചിട്ട് പോകുന്നു അല്ലെ. അതൊക്കെ പഠിച്ചിട്ട് പോയാൽ നമുക്ക് എന്ത് ചോദിച്ചു വെച്ചാൽ നമുക്ക് പ്രശ്നമില്ലല്ലോ അല്ലെ. നമ്മൾ പാഠം മുഴുവൻ നമ്മൾ സൂപ്പറായിട്ട് പഠിക്കുന്നു. അപ്പൊ പിന്നെ എവിടുന്ന് എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വിഷയമുള്ള കാര്യമേ അല്ല. നമ്മളൊക്കെ എന്ത് ചെയ്യും? അടിപൊളിയായി നമ്മൾ പഠിക്കും അല്ലേടാ അല്ലെ. അങ്ങനെയല്ലേ? യെസ്. അപ്പോ ഈ കഥ എന്ന് പറയുന്നത് 2 പെൺകുട്ടികളുടെ കഥയാണ് കേട്ടോ. 2 പെൺകുട്ടികളാണ് ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത്. ആരാണ്? സ്യൂ അല്ലെ. സ്യൂ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും അവളുടെ കൂട്ടുകാരി അല്ലെ ജോൺസിയുമാണ്. ജോൺസിയാണ് ഇതിലെ പ്രധാനപ്പെട്ട നായിക എന്ന് പറയുന്നത്. നായിക കേട്ടോ. എന്താ പറയാ, ഇതിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്ന ആരാണ്? ജോൺസിയാണ്. അപ്പൊ ജോൺസിയെ കുറിച്ച് നമ്മൾ പഠിച്ചു വെക്കണം. ജോൺസിയുടെ കഥാപാത്ര നിരൂപണം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ എഴുതും? അസുഖബാധിതയായിട്ടുള്ള അല്ലെ ന്യൂമോണിയ അല്ലെ. ന്യൂമോണിയ എന്ന് പറയുന്ന അസുഖം പിടിപെട്ടിരിക്കുകയായിരുന്നു. അപ്പൊ ന്യൂമോണിയ ബാധിച്ചിരിക്കുന്ന അവസ്ഥയാണ്. തുടക്കത്തിൽ ജോൺസിക്ക് ആത്മവിശ്വാസം ഒന്നുമില്ല അല്ലെ. വളരെയധികം ബുദ്ധിമുട്ടുകൾ മരിച്ചു പോകുമെന്നൊക്കെയുള്ള ഭയത്തിലാണ് ഇരിക്കുന്നത്. അപ്പൊ ജോൺസി പുറത്തേക്ക് നോക്കുമ്പോഴാണ് മതിൽ പടർപ്പിലൂടെ പടർന്ന് കയറി പോകുന്ന ഒരു വള്ളിച്ചെടി കാണുന്നത് അല്ലെ. അപ്പൊ അതിൽ 100ഓളം ഇലകൾ ആദ്യം ഉണ്ടായിരുന്നു ജോൺസി ആ വള്ളിച്ചെടി കാണുന്ന സമയത്ത്. പിന്നീട് ഓരോ ദിവസം കഴിയും തോറും എന്ത് ചെയ്യാണ്? ജോൺസി എത്രത്തോളം അവശയായി തീർന്നു അതിനനുസരിച്ച് ആ ഇലകളിലുള്ള അല്ലെങ്കിൽ ആ വള്ളിച്ചെടിയിലുള്ള ഇലകൾ ഓരോന്നും ഊർന്ന് താഴേക്ക് പോവാണ് അല്ലെ. അപ്പൊ അങ്ങനെ ജോൺസിക്ക് എന്ത് ചെയ്യണു? തന്റെ ജീവിതവും അല്ലെ ഇവിടെ അവസാനിക്കുകയാണ്. അതിലുള്ള ഓരോ ഇലകൾ പോകും തോറും തന്റെ ആ ജീവിതത്തിലുള്ള ഓരോ ദിനങ്ങളാണ് നഷ്ടപ്പെടുന്നത് എന്ന് ജോൺസി ആലോചിക്കുകയാണ് അല്ലെ. അങ്ങനെ അവസാനം 5, 6 അല്ലെ 6, 5, 4, 3, 2 അവസാനം ഒരു ഇലയിൽ മാത്രം എന്ത് ചെയ്യുന്നു? അവസാനിക്കുന്നു അല്ലെ. അപ്പൊ ആ ഒരു ഇല എപ്പോഴാണോ താഴെ പൊഴിഞ്ഞു വീഴുന്നത് അപ്പൊ താനും മരിക്കുമെന്ന് ആര് വിശ്വസിക്കുകയാണ്? ജോൺസി വിശ്വസിക്കുകയാണ്. അപ്പൊ അങ്ങനെ
ആത്മവിശ്വാസക്കുറവുണ്ടായിരുന്ന ഒരു ചിത്രകാരിയായിരുന്നു ആര്? ജോൺസി. രോഗബാധിതയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. എല്ലാവരോടും സ്നേഹമുള്ള ഒരു കഥാപാത്രമായിരുന്നു. പിന്നീട് ജോൺസിയിൽ എന്ത് ചെയ്യുന്നു? ആത്മവിശ്വാസം പകരുന്ന രീതിയിൽ ആ ഇല വീഴാതിരിക്കുകയാണ് അല്ലെ. ആ ഇല വീഴാതിരിക്കുകയും അതിന് കാരണമുണ്ട്. എന്തുകൊണ്ടാണ് ഇല വീഴാത്തതെന്നുള്ളതിന് കാരണം നമുക്കറിയാം അല്ലെ. ആ ഇല വീഴാതിരിക്കുന്നു, ആത്മവിശ്വാസം വീണ്ടെടുക്കുന്നു. അങ്ങനെ പതിയെ പതിയെ ജോൺസി എന്ത് ചെയ്യാണ്? ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് അല്ലെ. അപ്പൊ സ്യൂ എന്ന് പറയുന്ന കഥാപാത്രം എങ്ങനെയാണ്? തന്റെ കൂട്ടുകാരിയോട് ഭയങ്കരമായിട്ട് സ്നേഹമുള്ള ഒരു കഥാപാത്രമാണ്. ഭയങ്കര സ്നേഹം എന്ന് പറഞ്ഞാല് ഭയങ്കര സ്നേഹം അല്ലെ. കാരണം എന്താ? കൂട്ടുകാരിക്ക് ഇങ്ങനെ വലിയ അസുഖമാണ്, മരിച്ചു പോകുന്നൊക്കെ ഡോക്ടർ പറയുന്ന സമയത്ത് അതൊക്കെ ഭയങ്കര വേദനയായിട്ട് കണ്ട ഒരു കഥാപാത്രമാണ് സ്യൂവിൻ്റെത് അല്ലെ. സങ്കടമായിട്ട് കരുതുന്നു അല്ലെ. ജോൺസിയെ ഒറ്റയ്ക്കിടാതെ അവളുടെ അടുത്ത് തന്നെ ഇരിക്കാൻ ശ്രമിക്കുന്നു. ഞാൻ ഇവിടെ ഇരുന്ന് ചിത്രം വരച്ചോളാം അല്ലെ. ജോൺസി പുറത്തേക്ക് നോക്കി. ആ ഇല അന്ധവിശ്വാസമാണ്. ആ ഇല വീഴുമ്പോ താനും മരിക്കും എന്ന് പറയുന്നത് ജോൺസിയെ സംബന്ധിച്ച് ഒരു വിശ്വാസമായി മാറിപ്പോയി അല്ലെ. അപ്പൊ അതിലേക്ക് അവളുടെ ശ്രദ്ധ പോവാതിരിക്കാൻ വളരെ ശ്രദ്ധാപൂർവം എന്ത് ചെയ്യുന്നു? അവളുടെ കൂടെ തന്നെ ഇരിക്കുകയും അല്ലെ വർത്താനം പറയുകയും അവിടെ ഇരുന്ന് ചിത്രം വരയ്ക്കാനും അവളെ അല്ലെ മറ്റ് കാര്യങ്ങളിലേക്ക് എൻഗേജ് ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്നത് സ്യൂ എന്ന് പറയുന്ന ഒരു കഥാപാത്രം. സ്യൂ എന്ന് പറയുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് അല്ലെ. അപ്പൊ ഇത്രയുമാണ് രണ്ട് കഥാപാത്രങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒരു കഥാപാത്രം ഉണ്ടല്ലോ, ആരാണ്? ബർമാൻ ആണ് അല്ലെ. ബർമാൻ എന്ന് പറയുന്ന കഥാപാത്രമുണ്ട്. ബർമാൻ ഒരു വൃദ്ധനായിട്ടുള്ള കഥാപാത്രമാണ് അല്ലെ. ബർമാനെ കുറിച്ച് മിക്കവാറും നമ്മളോട് ചോദിക്കേ. ബർമാൻ വൃദ്ധനായ ഒരു കഥാപാത്രമാണ്. കഥയിൽ അദ്ദേഹത്തിന്റെ ശാരീരികമായിട്ടുള്ള വർണ്ണനകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ശാരീരികമായിട്ടുള്ള വർണ്ണനകൾ എങ്ങനെയാ പറയുന്നത്? അദ്ദേഹം ഒരു അല്ലെ ഭയങ്കരമായിട്ട് അല്ലെ മോശം എന്ന് പറയാൻ പറ്റില്ല, മറ്റൊരു ഭാഷയിൽ എഴുതപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ അത്തരം പ്രയോഗങ്ങളൊക്കെ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് എഴുതാം അല്ലെ. പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്, ബോഡി ഷേമിംഗ് ഒക്കെ ആണെങ്കിലും അദ്ദേഹത്തിന്റെ രൂപത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ കഥാകാരൻ പറഞ്ഞതാണ്, നമ്മൾ എഴുതുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല കേട്ടോ. അപ്പൊ കഥാപാത്ര നിരൂപണങ്ങൾ. പിന്നെ ബർമാൻ എങ്ങനെയാണ്? തന്റെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള ചിത്രം അദ്ദേഹം ഇന്നേ വരെ വരച്ചിട്ടില്ല അല്ലെ. ഇതുവരെ ചിത്രം വരയ്ക്കാത്തൊരു ചിത്രകാരനാണ്. അപ്പൊ അദ്ദേഹത്തിന് മോഡൽസിനെ ഒന്നും വിളിച്ച് അല്ലെ ചിത്രം അല്ലെ വരയ്ക്കാനുള്ള മോഡൽസിന് പൈസ കൊടുക്കാനില്ലാത്തതുകൊണ്ട് അദ്ദേഹം തന്നെ എന്തായി പോവുകയാണ്? പല ചിത്രകാരന്മാരുടെയും മോഡലായിട്ട് പോവുകയാണ് ബർമാൻ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന് ഈ പെൺകുട്ടികളോട് ഭയങ്കര സ്നേഹമാണ്. 60 കഴിഞ്ഞ ഒരു വൃദ്ധനാണ്. തന്റെ മക്കളെ പോലെ അല്ലെ ഒരു പിതൃതുല്യനായിട്ടുള്ള ഒരു വാത്സല്യം സ്നേഹമൊക്കെ ആരോടുണ്ട്? ഈ രണ്ട് പെൺകുട്ടികളോടുണ്ട്. ഭയങ്കര ഇഷ്ടമായിരുന്നു ബർമാൻ ആ പെൺകുട്ടികളെ. അങ്ങനെ ഈ ജോൺസി ഇത്തരത്തിലുള്ള ഒരു അന്ധവിശ്വാസം അല്ലെ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട്. അത് അവളുടെ കോൺഫിഡൻസിന് ബാധിക്കുന്നുണ്ട് അല്ലെ. 1% ജീവിതത്തോട് പ്രതീക്ഷയുണ്ടെങ്കിലേ ഈ വിമോണിയിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരുവുള്ളൂ അല്ലെ. ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം വേണമല്ലോ. പക്ഷെ ജോൺസി അനുദിനം എന്ത് ചെയ്യാണ്? മരണത്തിലേക്ക് വീഴുകയാണ്, അല്ലെങ്കിൽ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്ന ഒരു കഥാപാത്രമാണ്. അങ്ങനെ ബർമാൻ എന്ത് ചെയ്യാണ്? ഈ ഇല വീണു പോയാൽ അതോടുകൂടി ജോൺസിയും എന്ത് ചെയ്യും? മരണപ്പെടുമെന്ന് തിരിച്ചറിഞ്ഞ് ബർമാൻ എന്ത് ചെയ്യണു? അതേപോലെ അല്ലെ ആ വള്ളിച്ചെടി അവസാനത്തെ ഇല എന്ത് ചെയ്യാണ്? വരയ്ക്കുകയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ അവസാനത്തെ ഇല വരയ്ക്കുകയും ആ പെയിന്റിംഗ് ആണ് ഇവിടെ കൊണ്ടുവയ്ക്കുന്നത്. ജോൺസി കാണുന്ന അല്ലെ ആ ജനലിന്റെ പഴുതിലൂടെ കാണുന്ന ആ മതിൽക്കെട്ടിന്റെ അടുത്ത് കൊണ്ടുവയ്ക്കുകയാണ് കേട്ടോ. രാത്രിയിൽ ഭീകരമായിട്ടുള്ള മഴയും തണുപ്പും ഒക്കെ സഹിച്ചിട്ടാണ് ബർമാൻ എന്ത് ചെയ്യുന്നത്? ഈ ചിത്രമൊക്കെ വരയ്ക്കുന്നതെന്ന് ആലോചിക്കുക കേട്ടോ. അപ്പൊ അങ്ങനെ ബർമാൻ അല്ലെ അങ്ങനെ ചിത്രം വരച്ചു വെക്കുന്നു. അത് അദ്ദേഹത്തിന്റെ അവസാനത്തെ മാസ്റ്റർ പീസായി ചിത്രമാവുന്നു. അദ്ദേഹത്തിന്റെ ജീവൻ എന്ത് ചെയ്യേണ്ടി വന്നു? അദ്ദേഹത്തിന് അതിന് പകരം കൊടുക്കേണ്ടി വന്നു അല്ലെ. ന്യൂമോണിയ ബാധിച്ച് അദ്ദേഹം മരിക്കുകയാണ്. അപ്പൊ മരണത്തിലൂടെ അല്ലെങ്കിൽ ജീവൻ കൊടുത്ത പെൺകുട്ടികളെ സ്നേഹിച്ച അല്ലെ അതിന്റെ അവസാനത്തെ മാസ്റ്റർ പീസ് ചിത്രം പൂർത്തിയാക്കിയത് എന്തിലൂടെയാണ്? തന്റെ ജീവൻ കൊടുത്താണ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ ബർമാനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായിട്ട് എന്ത് ചെയ്യാ? നമുക്ക് ഇവിടെ ചോദിക്കുക കേട്ടോ. എന്ത് ചോദിക്കുക? കഥാപാത്ര നിരൂപണമായിട്ട് നമുക്ക് ചോദിക്കാം. അപ്പൊ കഥാപാത്ര നിരൂപണങ്ങൾ എഴുതുന്ന സമയത്ത് കഥാപാത്രത്തിന്റെ പേര്, അതിന്റെ വേഷം, രൂപം, കഥയിലെ കഥാപാത്രത്തിനുള്ള സ്ഥാനം, പ്രധാനപ്പെട്ട സംഭാഷണങ്ങള് അല്ലെ, നമുക്ക് കഥാപാത്രത്തോടുള്ള അല്ലെ നമ്മളുടെ അഭിപ്രായം, ഇതൊക്കെ നമ്മൾ മാർക്കിനനുസരിച്ച് എന്ത് ചെയ്യണം? കഥാപാത്ര നിരൂപണത്തിന് എഴുതാൻ ശ്രദ്ധിക്കണം. ഓക്കെ, ഇനിയുള്ള ചോദ്യം ഏതാണ്? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനിയൊരു ചോദ്യം നമുക്ക് വരാൻ സാധ്യതയുള്ളത് ഏതാണെടാ? ആസ്വാദനക്കുറിപ്പാണ് അല്ലെ. സൂചനകളും മറ്റ് കഥാസന്ദർഭങ്ങളും പരിഗണിച്ച് ആസ്വാദനം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആസ്വാദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ നമ്മൾ എഴുതുക? ആസ്വാദനം അല്ലെ. അപ്പൊ നമ്മൾ നല്ലൊരു സിനിമ കണ്ടാൽ നമ്മൾ ആസ്വദിക്കും, നല്ലൊരു ചോക്ലേറ്റ് കിട്ടിയാൽ നമ്മൾ അത് ആസ്വദിച്ച് കഴിക്കും. അതേപോലെ തന്നെ നമുക്ക് സാഹിത്യത്തെയും എന്ത് ചെയ്യാൻ പറ്റും? ആസ്വദിക്കാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അങ്ങനെ സാഹിത്യത്തെ ആസ്വദിക്കുന്നതിനുള്ള അല്ലെങ്കിൽ ആസ്വദിക്കുന്ന
സാഹിത്യത്തെ അല്ലെ നമുക്ക് എങ്ങനെയാ നമുക്ക് നക്കി നോക്കിയിട്ടാണോ സാഹിത്യത്തെ ആസ്വദിക്കുക? ഹായ് നല്ല കവിത എന്ന് പറഞ്ഞ് നക്കി നോക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. അതിന്റെ ഭാഷയിലൂടെ, സൗന്ദര്യാത്മകമായ ഭാഷയിലൂടെയാണ് എന്ത് ചെയ്യുക, നമ്മൾ അതിനെ ആസ്വദിക്കുക അല്ലെ. ഇപ്പൊ നല്ല എന്താണ് ഭാഷയിൽ നല്ല ഉപമകളും അലങ്കാരങ്ങള് അല്ലെ, അങ്ങനെയുള്ള പദങ്ങള് ഒക്കെ കൂട്ടിച്ചേർത്ത് നമുക്ക് ആസ്വാദനം തയ്യാറാക്കാം. ഒരു തലക്കെട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം അല്ലെ, ഒരു ഇൻട്രൊഡക്ഷൻ ആമുഖമൊക്കെ കൊടുക്കണം അല്ലെ. ഇപ്പൊ കഥയുടെ ആശയം ഇപ്പൊ നമുക്ക് ഇപ്പൊ ടീച്ചർ തന്നിരിക്കുന്നത് ആസ്വാദനം തയ്യാറാക്കാൻ അവസാനത്തെ ഇലയാ തന്നത്. അല്ലാതെ നമുക്ക് പരീക്ഷയ്ക്ക് എന്ത് ചോദിക്കും, ആസ്വാദനക്കുറിപ്പായിട്ട് എന്ത് ചോദിക്കും, പുതിയ ഏതെങ്കിലും കവിതയോ കഥയോ ഒക്കെ തരും. ആ സമയത്ത് എന്ത് ചെയ്യണം, നന്നായിട്ട് അത് വായിച്ചു നോക്കണം അല്ലെ. ഉള്ള പുതിയ പദങ്ങളൊക്കെ നമ്മൾ അർത്ഥം മനസ്സിലാക്കി വായിക്കണം. അതേപോലെ അതിന്റെ ആശയം ഏതാണോ നമുക്ക് തന്നിരിക്കുന്നത് ആ കൃതിയുടെ ആശയം എവിടെ എഴുതണം, നമ്മുടെ ആസ്വാദനക്കുറിപ്പിൽ എഴുതണം എന്ന് നിർബന്ധമാണ്. പിന്നെ പ്രധാനപ്പെട്ട എന്തെങ്കിലും കോട്ടോ വരികളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എഴുതാം. അവസാനത്തെ പാരഗ്രാഫിൽ നമ്മൾ എഴുതേണ്ടത് നമുക്ക് ആ കവിത അല്ലെങ്കിൽ ആ ഒരു കഥ വായിച്ചിട്ട് നമുക്ക് തോന്നിയൊരു അനുഭവം ഉണ്ടാവുമല്ലോ, നമ്മളുടെ സ്വാഭിപ്രായമാണ് നമ്മൾ അവസാനത്തെ പാരഗ്രാഫിൽ നമ്മൾ എഴുതേണ്ടത്. അപ്പൊ ഇവിടെ കഥ എഴുതുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് എഴുതാം? ആസ്വാദനക്കുറിപ്പ്, കഥയുടെ ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ എഴുതാം? ന്യൂമോണിയ അല്ലെ, ന്യൂമോണിയ കോളനിയിൽ പടരുന്നതിനെ കുറിച്ച് എഴുതാം. ന്യൂമോണിയ ബാധിച്ച പെൺകുട്ടിയെ കുറിച്ച് അല്ലെ, സ്യൂവിനെ കുറിച്ചല്ല ജോൺസിയെ കുറിച്ച് എഴുതാം. ആ കോളനിയിൽ ഒരുപാട് ആളുകൾക്ക് അല്ലെ ഇത് പടർന്നിരുന്നു, മരണം എന്ത് ചെയ്യാണ്, ആ ഒരു മനുഷ്യനെ പോലെ എന്തിനെ ഉപമിക്കുന്നുണ്ട്, അതും ഒരു ചോദ്യമാണ്. മനുഷ്യനോടാണ് മനുഷ്യഭാവമാണ് ന്യൂമോണിയക്ക് കൽപ്പിച്ചിരിക്കുന്നത് അല്ലെ. എല്ലാരെയും പോയി തൊട്ട് നോക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വായിച്ചിട്ടില്ലേ തുടക്കത്തിൽ, ടെക്സ്റ്റിന്റെ അല്ലെ കഥയുടെ തുടക്കത്തിൽ നമ്മൾ വായിച്ചു അല്ലെ. അപ്പൊ അങ്ങനെ ന്യൂമോണിയ ബാധിച്ച പെൺകുട്ടി, ആ ജോൺസിയെ കുറിച്ച്, അവിടെ ബാധിച്ചിരിക്കുന്ന ആളുകളെ കുറിച്ച് അല്ലെ, അവളെ സഹായിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് സ്യൂവും ഡോക്ടറും ഒക്കെ വിലപിക്കുകയാണ്, സങ്കടപ്പെടുകയാണ്. അവസാന ഘട്ടത്തിലെത്തി അല്ലെ. ഇനി പ്രതീക്ഷ കൊണ്ട് മിറാക്കളൊക്കെ, മെഡിക്കൽ മിറാക്കൾ എന്നൊക്കെ നമ്മൾ സിനിമയിലൊക്കെ കേൾക്കുന്നില്ലേ, അതുപോലെ സംഭവിക്കുകയാണ് ജോൺസിയുടെ ജീവിതത്തിൽ അല്ലെ. ആ മിറാക്കിളായി വരുന്ന ആരാണ്? ബർമാനും അദ്ദേഹത്തിന്റെ ചിത്രമാണ്. അന്ധവിശ്വാസത്തിൽ വീണു പോകുന്ന പെൺകുട്ടിയാണ് അല്ലെ. താൻ അവസാനത്തെ ഇല വീഴുമ്പോൾ താനും മരിച്ചു പോകുന്നു വിശ്വസിക്കുന്ന ജോൺസിയെ നമ്മൾ കാണുന്നു. സ്വന്തം ജീവൻ ബലികഴിച്ചും ചിത്രകല ഉപയോഗിച്ചും അവളെ രക്ഷിക്കുന്ന ചിത്രകാരൻ ആരാണ്? ബർമാൻ എന്ന് പറയുന്ന ചിത്രകാരൻ. അയാൾ വരച്ചത് അയാളുടെ മാസ്റ്റർ പീസ് ആയിരുന്നു അല്ലെ, അവസാനത്തെ ചിത്രമായിരുന്നു അല്ലെ. മാസ്റ്റർ പീസ് അയാൾ വരയ്ക്കുന്ന എപ്പോഴാണ്? അവസാനാണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെയും അവസാനത്തെയും ചിത്രമായിരുന്നു ഏത്? ആ ചിത്രം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു കഥയാണ് ഏത്? അവസാനത്തെ ഇല എന്ന് പറയുന്ന കഥ. പിന്നെ അവസാനത്തെ ഇല എന്ന് പറയുന്ന പേരിന്റെ ഔചിത്യം നമ്മളോട് ചോദിക്കും അല്ലെ. അപ്പൊ അവസാനത്തെ ഇല എന്ന് പറയുന്ന പേരിന്റെ ഔചിത്യം എന്താണ്? എത്രത്തോളം ഉചിതമാണ്? അത്രയും ഉചിതമാണ് അല്ലെ. അതായത് ജോൺസി എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകളും അവളുടെ മാനസികാവസ്ഥയും കഥയുടെ പേരും ഒക്കെ ഒന്ന് തന്നെയാണ്. അവസാനത്തെ ഇല അല്ലെ, അവസാനം പൊഴിയാനിരിക്കുന്ന ആ ഇലയായിട്ട് ആരെ കാണുകയാണ്? ജോൺസി തന്നെ കാണുകയാണ് അല്ലെ. അപ്പൊ അത് ലാസ്റ്റ് ലീഫ് എന്നാണ് ആ കഥയുടെ പേര്. മലയാളത്തിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട കൃതിയാണ്. അപ്പൊ അവസാനത്തെ ഇല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വളരെ പ്രധാനപ്പെട്ട ഒരു കഥയാണ്. കഥയോട് അത്രയും നീതി പുലർത്തുന്ന, അത്രയും ഔചിത്യമുള്ള ഒരു പേര് തന്നെയാണ് അവസാനത്തെ ഇല എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു കഥയാണ് അവസാനത്തെ ഇല എന്ന് പറയുന്നത്. ക്ലിയർ ആയോ മക്കൾക്ക്? ഓക്കെ ആണോ? അപ്പൊ ഈ പാഠത്തുനിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. ഈ പറഞ്ഞ ടീച്ചർ ചോദിച്ച ചോദ്യങ്ങളൊക്കെ തന്നെ പരീക്ഷയ്ക്ക് വരും. അപ്പൊ നന്നായിട്ട് പഠിക്കുക. പാഠപുസ്തകം എല്ലാ പാഠങ്ങളും എന്ത് ചെയ്യണം? കൃത്യമായിട്ട് വായിക്കണം കേട്ടോ. കൃത്യമായിട്ട് വായിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ പരീക്ഷയ്ക്ക് പോകണം കേട്ടോ. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. അടിപൊളിയായിട്ടിരിക്കുക, ഉഷാറായിട്ടിരിക്കുക.